കേരള രാഷ്ട്രീയത്തിൽ സമീപകാലത്തെ ഏറ്റവും ചർച്ചയായ ഒന്നാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും MLA KB ഗണേഷ് കുമാറും തമ്മിലുള്ള വാക്പോര്. കേരളത്തിന് എയിംസ് അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട് സുരേഷ് ഗോപി നടത്തിയ പ്രസ്താവനകളും അതിനോടുള്ള ഗണേഷ് കുമാറിന്റെ പ്രതികരണവുമാണ് ഈ തർക്കത്തിന് പുതിയ തലം നൽകിയത്. ഇതൊരു സാധാരണ രാഷ്ട്രീയ വിമർശനത്തിനപ്പുറം വ്യക്തിപരമായ തലങ്ങളിലേക്ക് കടന്നതോടെ സമൂഹത്തിന്റെ ശ്രദ്ധയാകർഷിച്ചു. നേതാക്കളും ചലച്ചിത്ര രംഗത്ത് സഹപ്രവർത്തകരായിരുന്നു എന്നതും ഈ ഏറ്റുമുട്ടലിന്റെ തീവ്രത വർദ്ധിപ്പിക്കുന്നുണ്ട്. ഈ സംഘർഷത്തിന് പിന്നിലെ യഥാർത്ഥ കാരണങ്ങൾ കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മളുടെ ഒരു ചർച്ചയുടെ ഉദ്ദേശം. ഇതിനു മുൻപുണ്ടായ വ്യക്തിപരമായ ആരോപണങ്ങൾ, നേതാക്കളുടെ രാഷ്ട്രീയ നിലപാടിലെ അധികാര അസന്തുലിതാവസ്ഥ എന്നിവയെ നമുക്കൊന്ന് വിശകലനം ചെയ്തുകൊണ്ട് ഈ രാഷ്ട്രീയത്തിന്റെ പോരിനെ ഒരു പൂർണ്ണ ചിത്രം വരച്ചു കാട്ടാനാണ് ശ്രമിക്കുന്നത്. കേരളത്തിലെ എയിംസ് സ്ഥാപിക്കുമെന്ന കേന്ദ്ര സർക്കാരിന്റെ വാഗ്ദാനം കേന്ദ്രമന്ത്രി എന്ന നിലയിൽ സുരേഷ് ഗോപി ആവർത്തിച്ചതോടെയാണ് ഗണേഷ് കുമാറുമായിട്ടുള്ള പുതിയ വാക്പോരിന് തുടക്കമായത്. ഒരു കേന്ദ്രമന്ത്രിയുടെ ഉറപ്പും ഒരു സംസ്ഥാന നേതാവിന്റെ നിശിതമായ പരിഹാസവും തമ്മിലുള്ള ഈ ഏറ്റുമുട്ടൽ കേവലം ഒരു വികസന വിഷയത്തിനപ്പുറം രാഷ്ട്രീയ പ്രാധാന്യമുള്ളതായി മാറി. സുരേഷ് ഗോപി കേരളത്തിന് എയിംസ് ലഭിക്കുമെന്നത് കേന്ദ്ര സർക്കാരിന്റെ ഉറപ്പാണെന്ന് പറയുമ്പോൾ എയിംസ് വാഗ്ദാനത്തെ പുച്ഛത്തോടെയും അവിശ്വാസത്തോടെയുമാണ് ഗണേഷ് കുമാറിന്റെ വിമർശനം. എയിംസ് തൃശ്ശൂരിലോ ആലപ്പുഴയിലോ എന്തിന് തെങ്കാശിയിലോ എവിടെ വേണമെങ്കിലും സ്ഥാപിക്കാം. സ്ഥലം സംബന്ധിച്ച തർക്കങ്ങൾക്കപ്പുറം കേരളത്തിന് എയിംസ് ലഭിക്കുമെന്നതാണ് പ്രധാനമെന്ന് സുരേഷ് ഗോപി നിലപാട്. കേന്ദ്ര വാഗ്ദാനങ്ങൾ നടപ്പിലാക്കില്ലെന്ന ധ്വനിയോടെയുള്ള പരിഹാസപരമായ പ്രതികരണമാണ് ഗണേഷ് കുമാറിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. കേന്ദ്ര സർക്കാർ വാഗ്ദാനങ്ങളുടെ വിശ്വാസ്യത മുൻകാലത്തെ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് ഡിജിറ്റൽ മണി ട്രാൻസാക്ഷൻ UPI സംവിധാനം ഇന്ത്യയിൽ നടപ്പാക്കുന്നതിനെ കുറിച്ച് സർക്കാർ പ്രഖ്യാപിച്ചപ്പോൾ അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന P. ചിദംബരവും സാമ്പത്തിക വിദഗ്ധനായ തോമസ് ഐസക്കും ഉൾപ്പെടെയുള്ളവർ വലിയ സംശയങ്ങൾ പ്രകടിപ്പിച്ചിരുന്നു. ഇന്ത്യയിലെ സാധാരണക്കാരായ കച്ചവടക്കാർക്കിടയിലും അസംഘടിത മേഖലയിലും ഇത് പ്രായോഗികമാവില്ലെന്ന് അവർ നല്ലവണ്ണം വാദിച്ചു. എന്നാൽ ഇന്ന് ഇന്ത്യയിലെ എല്ലാ ഗ്രാമങ്ങളും UPI ഒരു യാഥാർത്ഥ്യമായി മാറിയിരിക്കുകയാണ്. സമാനമായ രീതിയിൽ ഇന്ന് അസാധ്യമാണെന്ന് തോന്നുന്ന എയിംസ് വാഗ്ദാനവും ഭാവിയിൽ യാഥാർത്ഥ്യമായേക്കാവുന്ന വാദത്തിന് ഈ അനുഭവം ശക്തി പകരുന്നു. ഈ തർക്കം കേവലം ഒരു നയപരമായ വിയോജിപ്പല്ലെന്നും അതിന് വ്യക്തിപരമായ ആക്രമണങ്ങളുടെ ഒരു നീണ്ട ചരിത്രമുണ്ടെന്നും മനസ്സിലാക്കുമ്പോഴാണ് ഇതിന്റെ ഒരു ഗൗരവം പൂർണ്ണമായി ബോധ്യപ്പെടുന്നത്. സുരേഷ് ഗോപിക്കെതിരായി ഗണേഷ് കുമാറിന്റെ വിമർശനങ്ങൾ പുതിയതല്ല. മുൻപും പല ഘട്ടങ്ങളിലും രാഷ്ട്രീയ മര്യാദകൾ ലംഘിക്കുന്ന വ്യക്തിപരമായ അധിക്ഷേപങ്ങൾ ഗണേഷ് കുമാറിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. ഈ അക്രമങ്ങളുടെ തുടർച്ചയായ സ്വഭാവം നിലവിലെ സംഘർഷത്തിന്റെ കേവലം ഒരു രാഷ്ട്രീയ വാഗ്വാദമായി കാണുന്നതിൽ നിന്ന് നമ്മളെ തടയുന്നുണ്ട്. തൃശ്ശൂരിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണ കാലത്ത് ഒരു മതപരമായ ചടങ്ങിൽ പങ്കെടുത്ത സുരേഷ് ഗോപിയെ കഞ്ഞി വടിച്ച് നക്കി തിന്നു എന്ന് ഗണേഷ് കുമാർ പരസ്യമായി പറഞ്ഞ് അപമാനിക്കുകയുണ്ടായി. ഇത് വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചു. സുരേഷ് ഗോപിക്ക് മുൻപേ മറുപടി നൽകിയത് സംവിധായകൻ മേജർ രവിയായിരുന്നു. രണ്ടാനമ്മയുടെ ക്രൂരമായ പീഡനത്തിനിരയായ ഒരു കുഞ്ഞിനെ സന്ദർശിച്ച് സുരേഷ് ഗോപി താൻ അഭിനയിച്ച കമ്മീഷണർ എന്ന സിനിമയിലെ തൊപ്പി ആ കുട്ടിക്ക് സമ്മാനിച്ചിരുന്നു. എന്നാൽ തിരഞ്ഞെടുപ്പ് സമയത്ത് ഈ വൈകാരികമായ സംഭവത്തെ പോലും ഗണേഷ് കുമാർ പരിഹാസ രൂപേണ അവതരിപ്പിച്ച് സുരേഷ് ഗോപിയെ വ്യക്തിപരമായി ആക്രമിച്ചു. ഈ സംഭവങ്ങളെല്ലാം ഒറ്റപ്പെട്ട പ്രതികരണങ്ങളായി കാണാനാവില്ല. മറിച്ച് സുരേഷ് ഗോപിയെ ലക്ഷ്യം വെച്ചുള്ള ആസൂത്രിതമായ ഒരു രീതിയുടെ ഭാഗമാണിതെന്ന് വിലയിരുത്തപ്പെടാം. നേതാക്കളുടെ ഇത്തരം പെരുമാറ്റങ്ങൾ അവരുടെ രാഷ്ട്രീയ നിലവാരത്തെയും വ്യക്തിപരമായ സ്വഭാവത്തെയും കൂടിയാണ് പ്രതിഫലിപ്പിക്കുന്നത്. രാഷ്ട്രീയ നേതാക്കളുടെ വ്യക്തിപരമായ സ്വഭാവവും പൊതുവേദിയിലെ പെരുമാറ്റവും അവരുടെ പൊതു സ്വീകാര്യതയെയും വിശ്വാസ്യതയും കാര്യമായി സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. ഈ വിഷയത്തിൽ സുരേഷ് ഗോപി, ഗണേഷ് കുമാർ, മുകേഷ് എന്നിവരുടെ നിലപാടുകൾ താരതമ്യം ചെയ്യുന്നത് പ്രസക്തമാണ്. ഗണേഷ് കുമാറിന്റെ മുൻകാല പെരുമാറ്റങ്ങൾ പരിശോധിക്കുമ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് വ്യക്തമാവുന്നുണ്ട്. മുൻ പ്രസിഡന്റ് VS അച്യുതാനന്ദനെതിരെ കാമപ്രാന്തൻ, ഞരമ്പ് രോഗി തുടങ്ങിയ അങ്ങേയറ്റ നിലവാരം കുറഞ്ഞ പദപ്രയോഗങ്ങൾക്ക് അദ്ദേഹം നടത്തിയിട്ടുണ്ട്. പിന്നീട് യാതൊരു ഉടുപ്പുമില്ലാതെ അതേ VS അച്യുതാനന്ദൻ ഉൾപ്പെടുന്ന ഇടതുപക്ഷ മുന്നണിയുടെ ഭാഗമായി പ്രവർത്തിച്ചു എന്നത് രാഷ്ട്രീയ കാപട്യമായി വിലയിരുത്തപ്പെടുത്താം. സ്വന്തം ഭാര്യയുടെ ഗാർഹിക പീഡന ആരോപണങ്ങൾ ഇദ്ദേഹത്തിന്റെ പൊതുജീവിതത്തിൽ കരിനിഴൽ വീഴ്ത്തിയ സംഭവമാണ്. ഇതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ ഒരു സമീപനമാണ് നടനും MLAയുമായ മുകേഷ് സ്വീകരിച്ചത്. സുരേഷ് ഗോപിയുടെ രാഷ്ട്രീയ എതിരാളിയായിരുന്നിട്ടും തിരഞ്ഞെടുപ്പ് കാലത്ത് പോലും മുകേഷ് അദ്ദേഹത്തോട് മാന്യമായാണ് പെരുമാറിയത്. വ്യക്തിപരമായ അധിക്ഷേപങ്ങൾക്ക് മുതിരാതെ രാഷ്ട്രീയമായി കാര്യങ്ങളെ സമീപിച്ച മുകേഷിന്റെ രീതി കേരളത്തിലെ രാഷ്ട്രീയ മാന്യതയുടെ മികച്ച ഉദാഹരണമായി കണക്കാക്കപ്പെടുന്നുണ്ട്. ഈ താരതമ്യത്തിന്റെ അടിസ്ഥാനത്തിൽ വിലയിരുത്തുമ്പോൾ സുരേഷ് ഗോപിയുടെ മറ്റേ മോൻ എന്ന പ്രതികരണം ഗണേഷ് കുമാറിന്റെ ഭാഗത്തുനിന്നുണ്ടായ ദീർഘകാലത്തെ പ്രകോപനങ്ങളുമായി തട്ടിച്ചു നോക്കുമ്പോൾ അത്ര കടുത്തതായിട്ടൊന്നും കാണാനാവില്ലെന്നുള്ള വാദമുണ്ട്. ഒരു നേതാവിന്റെ വ്യക്തിപരമായ സ്വഭാവത്തിനപ്പുറം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ അധികാരവും ഈ സംഘർഷത്തിന്റെ ഒരു നിർണായക ഘടകമാണ്. ഈ സംഘർഷത്തിനെ കേവലം രണ്ട് വ്യക്തികൾ തമ്മിലുള്ള തർക്കമായി കാണാൻ പറ്റൂല. ഇതിന് പിന്നിൽ വ്യക്തമായ ഒരു അധികാര ഘടനയുണ്ട്. ഒരു ദേശീയ പാർട്ടിയുടെ പ്രതിനിധീകരിക്കുന്ന കേന്ദ്രമന്ത്രിയും സംസ്ഥാനത്ത് മാത്രം
സ്വാധീനമുള്ള ഒരു പ്രാദേശിക പാർട്ടിയുടെ നേതാവും തമ്മിലുള്ള ഏറ്റുമുട്ടലാണ്. ഗണേഷ് കുമാർ പ്രതിനിധീകരിക്കുന്ന കേരള കോൺഗ്രസ് ബി ഒരു ചെറിയ ബ്രാക്കറ്റ് പാർട്ടി എന്നും അതിന്റെ സ്വാധീനം കൊല്ലത്ത് മാത്രം ഒതുങ്ങുന്നത് എന്നും വിശേഷിപ്പിക്കാവുന്നതാണ്. ദേശീയ രാഷ്ട്രീയത്തിൽ CPM പോലുള്ള വലിയ പാർട്ടികൾ പോലും വെല്ലുവിളികൾ നേരിടുമ്പോൾ കോൺഗ്രസ് ബി പോലുള്ള ചെറിയ പ്രാദേശിക പാർട്ടിക്ക് ദേശീയ തലത്തിൽ യാതൊരു പ്രസക്തിയുമില്ല. മറുവശത്ത് സുരേഷ് ഗോപി ഇന്ത്യ ഭരിക്കുന്ന ദേശീയ പാർട്ടിയുടെ പ്രതിനിധിയായ ഒരു കേന്ദ്രമന്ത്രിയാണ്. ഈ അധികാര അസന്തുലനാവസ്ഥ ഗണേഷ് കുമാറിന്റെ വിമർശനങ്ങളുടെ മുനയൊടിക്കുകയാണ്. ഒരു ദേശീയ നേതാവിനോട് ഏറ്റുമുട്ടുമ്പോൾ ഒരു പ്രാദേശിക നേതാവിനുള്ള പരിമിതികൾ ഈ തർക്കത്തിൽ വ്യക്തമായിട്ട് കാണാം. ഏതായാലും സുരേഷ് ഗോപി ഗണേഷ് കുമാർ തർക്കം എയിംസ് എന്ന വിഷയത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ലെന്ന് വ്യക്തമാണ്. ഗണേഷ് കുമാറിന്റെ ഭാഗത്തുനിന്നുണ്ടായ ഒരു തുടർച്ചയായ വ്യക്തിപരമായ ആക്രമണങ്ങളുടെ ഒരു ചരിത്രം ഇരുവരും തമ്മിലുള്ള രാഷ്ട്രീയ അധികാരത്തിലെമായ അന്തരവുമാണ് ഒരു തെറിവിളിയുടെ കാതൽ. സുരേഷ് ഗോപിയുടെ സമീപകാലത്തിലെ ഏറ്റവും ശക്തമായ പ്രതികരണങ്ങളെ അദ്ദേഹത്തിനെതിരെ നടന്ന ദീർഘകാലത്തെ പ്രകോപനങ്ങളുടെയും വ്യക്തിഹത്യയുടെയും പശ്ചാത്തലത്തിൽ വേണം വിലയിരുത്താൻ. രാഷ്ട്രീയ സമ്പാദനങ്ങൾ വ്യക്തിപരമായ അധിക്ഷേപങ്ങളുമായി അധപ്പതിക്കുന്നത് പൊതുസമൂഹത്തിന് നൽകുന്നത് തെറ്റായ സന്ദേശമാണ്. ആശയപരമായ വിയോജിപ്പുകൾക്കിടയിലും പരസ്പര ബഹുമാനം പുലർത്തുകയെന്നത് ജനാധിപത്യത്തിലെ രാഷ്ട്രീയ മാന്യതയുടെ അടിസ്ഥാന ശിലയാണെന്നത് ഈ സംഭവം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു.